ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ആദ്യമായിട്ട് നമ്മളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആളുകൾക്കും മെറി ക്രിസ്മസ്. നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾ നിലയ്ക്കുന്നില്ല, വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ അവധിയാണ്. എല്ലാ ആളുകളും ലോങ് വെക്കേഷനും ചെറിയ ഷോർട്ട് വെക്കേഷനും എല്ലാം തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു അവസരമാണ് ഡിസംബർ. നല്ല കാലാവസ്ഥ, അവധി. ഇനിയിപ്പോൾ ന്യൂ ഇയർ വരുന്നു. മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ മാർക്കറ്റിലും ഈ ഒരു മേൽപ്പറഞ്ഞ ഘടകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. വിദേശ രാജ്യങ്ങളിലെ ഫണ്ട് മാനേജേഴ്സ് എല്ലാം തന്നെ അവധിക്ക് പോകുന്ന ഒരു അവസരമാണ്. മാർക്കറ്റ് സ്വാഭാവികമായിട്ടും ന്യൂ ഇയറിന് മുൻപായിട്ട് കൺസോൾട്ടേഷനാണ് ചെയ്യപ്പെടാറ്. ഈ തവണ ആ ഒരു പാറ്റേൺ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് കാണപ്പെടാറ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് 21,600 റേഞ്ചുകളിൽ നിന്ന് 21,000ത്തിലേക്ക് വീണ ഒരാഴ്ചയായിരുന്നു. അതിനുശേഷം ശക്തമായ ഒരു റിക്കവറി നടത്തിയ ഒരാഴ്ചയാണ് കടന്നു പോയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. തിങ്കളാഴ്ച നിഫ്റ്റി 21,400 മുകളിലാണ് ഓപ്പൺ ചെയ്തത്. സസ്റ്റെയിൻ ചെയ്തു, 21,600 വരെ പോയി. അതിനുശേഷം മാർക്കറ്റ് സഡൻ ഫോൾ നടന്നു. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കഴിഞ്ഞ ആഴ്ചയിൽ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. 21,000ത്തിലേക്ക് ഒരു സിംഗിൾ ഡേ കൊണ്ട് 500 പോയിൻ്റാണ് നിഫ്റ്റി ഇടിഞ്ഞിട്ടുള്ളത്. ആ ഒരു ഫോൾ കാണാൻ സാധിക്കും. 21,000ത്തിൽ നിന്ന് നിഫ്റ്റി ഏകദേശം ഹാഫ് ലോസായ പോയിൻറ്റിൻ്റെ ഏകദേശം പകുതി റിക്കവർ നടത്തി 21,332 നിഫ്റ്റിയുടെ നിൽപ്പ്. കഴിഞ്ഞ ആഴ്ചയിൽ FIs കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ദിവസവും അവർ സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച 33 കോടി, ചൊവ്വാഴ്ച 600 കോടി, ബുധനാഴ്ച 1,322 കോടി, വ്യാഴാഴ്ച 1,636 കോടി, വെള്ളിയാഴ്ച 2,828 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. നെറ്റ് സെല്ല് ഏകദേശം ഒരു 6,000 കോടി രൂപയാണ് അവർ സെല്ല് നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും ബൈങ്ങിലായിരുന്നു. 413, 294, 4,754, 1,464, 2,166 കോടി രൂപ ഏകദേശം ഒരു FIs സെല്ല് ചെയ്തതിനേക്കാളും കൂടുതൽ DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു റിക്കവറി എല്ലാം തന്നെ കിട്ടിയത്. കഴിഞ്ഞ ആഴ്ചയിലെ സെക്ടർ പെർഫോമൻസിൽ FMCGയും ഫാർമയും എനർജിയും മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോവിഡിൻ്റെ ന്യൂസുകൾ എല്ലാം തന്നെ വന്നതുകൊണ്ട് FMCG സ്വാഭാവികമായിട്ടും FMCG ഉയരാറുണ്ട്. ഫാർമ സെക്ടർ ഒബ്വിയസ്ലി ഉയരും, എനർജി ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഇടിവായിട്ടുള്ളത് കാണാം PSUയോടൊപ്പം തന്നെ മീഡിയ സെക്ടർ ഇടിഞ്ഞു. അതായത് തിയേറ്റർ ബിസിനസ് ചെയ്യുന്ന, മീഡിയ ബിസിനസ് ചെയ്യുന്ന കമ്പനീസാണ് കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഫിൻനിഫ്റ്റിയും ഓട്ടോയും എല്ലാം തന്നെ കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ള സെക്ടറാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഡോ ജോൺസും നാസ്ഡാക്കും മിക്സ്ഡ് ആയ രീതിയിലാണ് ഒരു പ്രകടനം നടത്തിയിട്ടുള്ളത്. വലിയ പോയിന്റുകളൊന്നും ചോർന്നു പോയിട്ടില്ല. കാണാം, നാസ്ഡാക്ക് 29 പോയിന്റ് പ്ലസ്, ഡോ 18 പോയിന്റ് ഫ്ലാറ്റ്. പിന്നീട് യൂറോപ്യൻ മാർക്കറ്റ് കാണാം, അതും മിക്സ്ഡ് ആണ്. ജർമ്മൻ ഗ്രീന്, CAC 40 ഫ്രാൻസ് ഫ്ലാറ്റ്, UK ഫ്ലാറ്റ്, MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീന്. ഏഷ്യൻ മാർക്കറ്റിൻ്റെ കഥകളെല്ലാം തന്നെ നമ്മൾ കണ്ടു. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോ 4.5% റാലി. നമ്മുടെ മാർക്കറ്റിൽ വിപ്രോ 6% റാലി കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയിരുന്നു. ഇൻഫോസിസും 2% റാലി. HDFCയും ടാറ്റ മോട്ടോഴ്സും എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. യുഎസിലെ ടെക്നോളജി കമ്പനീസിൽ മിക്സ്ഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്. ആമസോൺ റെഡ്, ആപ്പിൾ റെഡ്, മെറ്റ റെഡ്, ടെസ്ല റെഡ്, നെറ്റ്ഫ്ലിക്സ് റെഡ്. എന്നാൽ ഗൂഗിൾ, മൈക്രോസോഫ്റ്റും ഇൻ്റലും പ്ലസ് ആയ സ്റ്റോക്കുകൾ ഭീകരമായിട്ട് റാലി ചെയ്തിട്ടുമില്ല. റെഡ് ആയ സ്റ്റോക്കുകൾ വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുമില്ല. കൺസോളിഡേഷനാണ് US മാർക്കറ്റിൽ നടന്നത്. ഈ ഒരാഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ ഈവൻറ്റുകളൊന്നും തന്നെ ഇല്ല. കാണാം, US നിന്ന് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിമും പെൻഡിങ് ഹോം സെയിൽസ് ഇൻഡെക്സും ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസും ഉണ്ട്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ നമുക്കറിയാം, നാളെ എല്ലാ മാർക്കറ്റും അവധിയാണ്, USഉം എല്ലാം തന്നെ അവധിയാണ്. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ദിവസം RBIയുടെ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ ഉണ്ട്. അപ്പോൾ ഗ്ലോബലി തന്നെ ഈ 2 ഈവൻറ്റുകളാണ് പ്രത്യക്ഷത്തിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അഡീഷണൽ ഈവൻറ്റുകൾ വരികയാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിൽ.
പക്ഷേ പൊതുവേ അടുത്ത ആഴ്ചയിൽ ഈവൻറ്റുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ 2 ഈവൻ്റ് ഉണ്ട്, അതിന് പ്രയോറിറ്റി ഉണ്ട്. ആ ഈവൻറ്റുകൾ ശ്രദ്ധിക്കുക. ഇനി നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ് നാളെ ഉണ്ടാവുക. അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓഫീസ് അവധിയായിരുന്നു. ഞായറാഴ്ച നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ശനിയാഴ്ച നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ശനിയാഴ്ച കാലിക്കട്ടും ഞായറാഴ്ച കൊച്ചിയിലും വെച്ച് ക്ലാസ് നടന്നു. കൊച്ചിയിൽ നമ്മൾ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ 2 ദിവസം നമ്മൾ ബിസി ഡേ ആയിരുന്നു. ആളുകൾ താരതമ്യേന കൂടുതലുണ്ടായിരുന്നില്ല ഈ ഒരു ക്രിസ്മസ് കാരണം. പക്ഷേ നമ്മൾ മാറ്റി വെച്ച ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നടത്തിയത്. ഇനി കൊച്ചിയിലും കാലിക്കട്ടിലും എല്ലാം തന്നെ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് FNO പഠിക്കാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമുക്കിനി ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് കടക്കാം. നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഉള്ളത്. കാണാം. ഫിൻനിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. നിഫ്റ്റിയുടെ നോക്കുന്നുണ്ട്, ഫിൻനിഫ്റ്റിയുടെ നോക്കുന്നുണ്ട്. ഫിൻനിഫ്റ്റി 21,000 പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിൽ ആഡ് ആയിട്ടുണ്ട്. അതായത് 21,000 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 21,200 ഫിൻനിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ആ ഡോട്ടഡ് ലൈനാണ് ഫിൻനിഫ്റ്റിയുടെ സ്പോട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഫിൻനിഫ്റ്റി സ്ലൈറ്റ്ലി ബീറിഷ് ആയിരുന്നു, നിഫ്റ്റി ബുള്ളിഷ് ആയിരുന്നെങ്കിൽ കൂടിയും 21,000 മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് 21,400, 500 റേഞ്ചുകളാണ് നിൽക്കുന്നത്. അപ്പോൾ 21,100-നും 21,000-നും 21,500-നും ഇടയിൽ ഫിൻനിഫ്റ്റി ട്രേഡ് എക്സ്പയറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കൂടുതലുണ്ട്, 1.91. പുട്ട് ഷോർട്ട് ചെയ്ത് 1.71 ആണ്. PCR 0.7. അതീവ ബുള്ളിഷ് അല്ല, എബോവ് 1-ന് മുകളിലാണ് PCR ബുള്ളിഷ് എന്ന് പറയാൻ സാധിക്കുക. നിഫ്റ്റിയിൽ എന്നാൽ PCR 1 ആണ്. കോൾ ഷോർട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ പുട്ട് ഏറ്റവും താഴെ കാണാൻ നിങ്ങൾക്ക് 4.86 CR-ഉം 4.95 CR-ഉം ഉണ്ട്. അതായത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 20,950-ന് ഇപ്പുറം 21,000 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് നിഫ്റ്റിയിൽ മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. റെസിസ്റ്റൻസ് ആയിട്ട് 21,500 ഇപ്പോൾ ഉള്ളത്. 500 കാണാം ഏറ്റവും ഹയർ. അതായത് ഈ ഗ്രീൻ കളറ് പുട്ട് ഷോർട്ട് ചെയ്തതും റെഡ് കളറ് കോൾ ഷോർട്ട് ചെയ്തതും. ഗ്രീൻ കളറ് പുട്ട് ഷോർട്ട് ചെയ്തത് ബുള്ളിഷായിട്ടും കോൾ ഷോർട്ട് ചെയ്തത് അതൊരു ബെയറിഷായിട്ടും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് തിയറി പറയുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് സമയത്ത് ഇത് മാറിക്കൊണ്ടിരിക്കും. സെൻസിബിളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റിനുള്ളിൽ നടക്കുന്ന ആ ഒരു ചേഞ്ചസ് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് അത് ഡയറക്ഷൻ അറിയാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇനി ഒബ്സ്ട്രാ എഡ്ജ് പോലെയുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. അതും എൻ്റെ അറിവിൽ ഇപ്പോൾ അവർ ഡിലേ ഇല്ലാതെ പേയ്മെൻ്റ് ഇല്ലാതെ കൃത്യമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ സെൻസിബിളും ഒബ്സ്ട്രാ എഡ്ജും നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് മാർക്കറ്റ് സമയത്ത് സൈമൾട്ടേനിയസ്ലി ചാർട്ടിനോടൊപ്പം തന്നെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റും വാച്ച് ചെയ്തതിന് ശേഷം ട്രേഡ് പ്ലാൻ ചെയ്യുകയും ഡയറക്ഷൻ അറിയാനായിട്ട് നമുക്ക് ഡയറക്ഷൻ അറിയാനായിട്ട് ഒരു ഷുവർ ഷോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഉപാധിയല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്കിൽ കൂടിയും അറിയാനായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു എലമെൻ്റാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കാം. ഇൻഫോസിസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്. ഇൻഫോസിസിന് ഗ്ലോബൽ ക്ലയൻറ്റിൽ നിന്ന് ഏകദേശം 1.5 ബില്യൺ US$ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഏതാണ് ക്ലയൻറ്റ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് ഇൻഫോസിസിനെ സംബന്ധിച്ചുണ്ട്. ഇൻഫോസിസിൻ്റെ റിസൾട്ട് എല്ലാം തന്നെ ജാനുവരി 11-നാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻഫോസിസ് മാത്രമല്ല, ഇൻഫോസിസ്, TCS, വിപ്രോ, അതിനുശേഷം HDFC ബാങ്ക്. അപ്പോൾ ആദ്യ ബാച്ചിൽ ഈ കമ്പനികളുടെ റിസൾട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ IT സ്റ്റോക്കുകൾ ശക്തമായ റാലി രേഖപ്പെടുത്തുന്നത്. 2 കാരണമുണ്ട്. US-ലെ അസെഞ്ചർ എന്ന് പറയുന്ന കമ്പനി IT കമ്പനികളുടെ റിസൾട്ടിന് മുമ്പ് അവരുടെ റവന്യൂ ഫോർകാസ്റ്റുകളെല്ലാം തന്നെ പുറത്തുവിടും. അപ്പോൾ അസെഞ്ചറിൻ്റെ റവന്യൂ ഫോർകാസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഒരു നിലയിലാണ് അവർ അനൗൺസ് നടത്തിയിട്ടുള്ളത്. അത് ഇന്ത്യൻ IT കമ്പനീസിന് അത് ഗുണകരമായി. ഓൾറെഡി നിഫ്റ്റി ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തിയതിന് അനുപാതികമായിട്ട് ഇന്ത്യൻ IT കമ്പനീസ് ഒന്നും തന്നെ റാലി രേഖപ്പെടുത്തിയിരുന്നില്ല. TCS നോക്കാം, ഇൻഫോസിസ് നോക്കാം, വിപ്രോ നോക്കാം, എല്ലാം വിപ്രോ എല്ലാം തന്നെ 52 വീക്ക് ലോയിൻ്റെ ആ ഒരു പരിസരത്താണ്.
അപ്പോൾ ഇനി IT കമ്പനീസിനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിപ്രോ ഒരു സിംഗിൾ ഡേ കൊണ്ട് 6% ഉയർച്ച ഉണ്ടാകാനായിട്ട് കാരണവും ഈ തരത്തിലുള്ള Q3 റിസൾട്ടുകൾ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. കോവിഡിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസാണ്. അവസാനം WHO ഡിക്ലെയർ ചെയ്തു ഏഷ്യൻ രാജ്യങ്ങളിൽ എസ്പെഷ്യലി കോവിഡ് കൂടി വരുന്നുണ്ട്. പ്രിവെൻഷൻ ആയിട്ടുള്ള മെത്തേഡുകൾ അതാത് ഗവൺമെൻറ് എടുക്കണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറഞ്ഞു. കർണാടകയിലെല്ലാം തന്നെ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാസ്ക് നിർബന്ധിതമാക്കിയിട്ടുണ്ട്. എന്നാൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് ഇതുവരെ പോയിട്ടില്ല. പക്ഷേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ശ്രദ്ധിക്കുക. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ കമ്പനി രാഷ്ട്രീയ നിഗം ലിമിറ്റഡായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. KPI ടെക് കമ്പനിക്ക് ക്ലൗഡ് ബേസ് കമ്പനി ആയിട്ടുള്ള എൻഡ്രീംസ് ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ബ്രിഗേഡ് ബാംഗ്ലൂർ കേന്ദ്രമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ CFO റിസൈൻ ചെയ്തു. റൈറ്റ്സ് കമ്പനി നോർത്ത് ഈസ്റ്റേൺ പവർ കോർപ്പറേഷനായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സുവൻ ഫാർമ ഇവരുടെ CFO റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ്. സിപ്ല GST കൗൺസിലിൽ നിന്ന് 12 കോടി രൂപയുടെ പെനാൽറ്റി കിട്ടിയതായിട്ടുള്ള ന്യൂസ്. വി-ഗാർഡ് കേരളം ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് വി-ഗാർഡ്. അപ്പോൾ വി-ഗാർഡിൻ്റെ പ്രൊമോട്ടേഴ്സ് സ്പെഷ്യലി ചിറ്റിലപ്പള്ളി സാർ അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് 128 കോടി രൂപ വർത്ത് വരുന്ന സ്റ്റേക്ക് സെല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് വിനിയോഗിക്കുക. വി-ഗാർഡിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. വേദാന്തയുടെ റെക്കോർഡ് ഡേറ്റ് അവർ ഡിവിഡൻഡ് കൊടുക്കുകയാണ്. 11-ാം തീയതി ആണ് 11 രൂപയാണ് ഡിവിഡൻഡ്. ഡിസംബർ 27-നാണ് റെക്കോർഡ് ഡേറ്റ്. ന്യൂസുകൾ നമ്മൾ പറയുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ന്യൂസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതൊരു പോസിറ്റീവാണെന്നോ നെഗറ്റീവാണെന്നോ ഒന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അത് നിങ്ങളുടെ കോമൺ സെൻസാണ്. എന്ത് ന്യൂസാണ്, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, ചാർട്ടായിട്ട് കോറിലേറ്റ് ചെയ്യുക, അതിനുശേഷം അപ്രോച്ച് ചെയ്യുക. ഒരു ഇൻഡിക്കേഷനോ ബൈയോ സെല്ലോ ഒന്നും തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നൽകുന്നില്ല. അത് എക്സ്പെക്റ്റ് ചെയ്ത് ആരും വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കേണ്ട. ഇത് ഗ്ലോബൽ ലോക്കൽ ന്യൂസുകൾ, മറ്റുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ചാനലിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു. ബൈ ഓൾ.